2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDFിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ബൂത്ത് തലത്തിൽ വരെ വ്യാപകമായിട്ടുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ തീരുമാനം. കെ സുധാകരനും VD സതീശനും തമ്മിൽ അഭിപ്രായ ഭിന്നത ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാകും. അഭിപ്രായ ഭിന്നത പല കാര്യങ്ങളിലുമുണ്ട്, അത് സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനകത്ത് സ്വാഭാവികമായും ഉള്ള കാര്യം മാത്രമാണ് അവിടെയും നടക്കുന്നത്. അതിനകത്ത് നേതൃത്വമാറ്റം ആവശ്യമാണ്, അത് അനിവാര്യമാണ് എന്നൊക്കെ പറയുന്ന പുഴുക്കുത്തുകൾ കോൺഗ്രസിനകത്തും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരാരും വിചാരിച്ചിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയായി മിന്നുന്ന വിജയം നേടിയെടുക്കാൻ കഴിയുന്നില്ല. അത് കൃത്യമായും കെ സുധാകരനിൽ നിക്ഷിപ്തമാകുന്നത് എന്തുകൊണ്ടാണ്? കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും വലിയ വിജയമാണ് UDFിനെ നയിച്ചുകൊണ്ട് എത്തിച്ചത്. വാസ്തവത്തിൽ കെ മുരളീധരൻ പറഞ്ഞതുപോലെ അദ്ദേഹം മികച്ച ഒരു സംഘാടകൻ തന്നെയാണ്. അദ്ദേഹത്തിനെ എടുത്തു മാറ്റേണ്ട ഒരു അനിവാര്യതയും ഇല്ല. ഇതിനകത്ത് പവർ ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തിനകത്തും പൊളിറ്റിക്കലി കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കളിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് കെ സുധാകരൻ കൃത്യമായും തലപ്പത്തേക്ക് വന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കളിക്ക് പ്രസക്തിയില്ല. ഗ്രൂപ്പ് കളിയുടെ അപ്പോസ്തലന്മാരൊക്കെ വാലും ചുരുട്ടി വീട്ടിയിരിക്കുകയാണ്. കാരണം ആ ഗ്രൂപ്പ് കളിയിലൂടെയാണ് കോൺഗ്രസ് ഈ രീതിയിൽ തകർന്നു പോയത്. എന്നാൽ അതിനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനും സംസ്ഥാന തലത്തിൽ വ്യാപകമായി ശക്തി പ്രാപിപ്പിക്കാനും കെ സുധാകരന് കഴിയുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിനാണ് പ്രസക്തിയുള്ളത്. സുധാകരൻ കൃത്യമായും പ്രവർത്തിക്കുന്നത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും കൂടുതൽ വിജയം എത്തിക്കാനുള്ള ശ്രമമാണ്. നമുക്കറിയാം 86 മുനിസിപ്പാലിറ്റിയും 6 മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് കേരളത്തിൽ ഉടനീളമുള്ളത്. പഞ്ചായത്തുകളുടെ കണക്കോ അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ രീതിയിലുള്ള കണക്കെടുപ്പോ അല്ല ഇവിടെ കെ സുധാകരൻ നടത്തുന്നത്. വാസ്തവത്തിൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് കൂടുതൽ ആത്യന്തികമായി പിടിച്ചെടുക്കേണ്ടത്. അവിടെയാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്കറിയാം 86ഓളം മുനിസിപ്പൽ ചെയർമാൻ സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 50 സീറ്റെങ്കിലും UDFിന് ലഭിച്ചാൽ മാത്രമേ 2026 നിയമസഭാ ഭരണം UDFിലേക്ക് ചാഞ്ചാടൂ എന്ന് നമുക്ക് കൃത്യമായും വ്യക്തമായും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത്. അതുപോലെ തന്നെ കോർപ്പറേഷനിൽ ആകെ വ്യക്തമായ മേൽക്കൈ UDFിന് കിട്ടിയത് സുധാകരൻ്റെ തട്ടകമായ കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണ്. VD സതീശൻ്റെ തട്ടകമായിട്ടുള്ള എറണാകുളത്ത് പോലും കാര്യമായ നേട്ടം കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ചടിവാരി അറിയാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഭരിച്ച് മുടിച്ച് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് കുത്തുവാളയെടുപ്പിച്ച പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്.